ഇവിടെ ഒരു രാജാവിന്റെ മുന്നിൽ ഒരു തുള്ളി പെയിന്റ് വന്ന് വീഴുന്നു. ഇത് കണ്ട മുകളിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്ന പയ്യൻ പേടിക്കുകയാണ്. അപ്പോ പെയിന്ററിനെ കണ്ട രാജാവ് കൊട്ടാരത്തിലെ കാര്യങ്ങൾ നോക്കുന്ന ആളെ വിളിച്ചിട്ട് ഇത്രയും നേരമായിട്ട് എന്താ ഈ പെയിന്റ് പണിക്കാരനെ പറഞ്ഞു വിടാത്തതെന്ന് ചോദിക്കുന്നു. ഉടനെ ഇൻചാർജർ മറുപടി ഒന്നും പറയാതെ പെയിന്ററിനെ നോക്കുകയാണ്. സമ്മ എന്തേലും പറഞ്ഞ പുള്ളിയുടെ തല അവിടെ കിടന്നുരുളും. കാരണം പെയിന്റ് ചെയ്യുന്ന പയ്യനെ കാണാതെ രാജാവ് അവിടെ നിന്ന് രാജരഹസ്യം പറഞ്ഞിരുന്നു. അപ്പൊ എന്തേലും പൊട്ടത്തരം പറഞ്ഞാല് ഒരു തലയല്ല രണ്ട് തല അവിടെ കിടന്നുരുളും. അങ്ങനെ സിറ്റുവേഷൻ കൈവിട്ട് പോയ സമയത്ത് ഒരു ദൈവദൂതനെ പോലെ മന്ത്രി അവിടേക്ക് വന്നിട്ട് പെയിന്റർക്ക് ചെവി കേൾക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഇൻചാർജറെ നോക്കി കണ്ണിറുകെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ കാര്യം മനസ്സിലായി ഇൻചാർജർ മന്ത്രി അല്ലടോ രാജാവാണ് രാജാവ് എന്നും പറഞ്ഞ് പെയിന്റ് പണിക്കാരനെ നോക്കിയിട്ട് അവന് കേൾക്കാൻ പറ്റില്ലെന്ന് രാജാവിനോട് പറയുന്നു. കൂടാതെ അത്രയും നേരം പെയിന്റർ ഒന്നും മിണ്ടാത്തത് കൊണ്ട് സംഭവം വിശ്വസനീയമായിരുന്നു. എന്നിരുന്നാലും അങ്ങനെ വിട്ടാ പറ്റില്ലെന്ന് വെച്ച് രാജാവ് ഒരു ബെല്ല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് 3 വട്ടം അടിച്ചിട്ടും അവൻ താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ തല വെട്ടാൻ പറയുന്നു. ഉടനെ പെയിന്റർ ചെവി കേൾക്കാത്ത പോലെ അഭിനയിക്കാൻ തുടങ്ങി. പക്ഷെ രാജാവിന്റെ സംശയം മാറാത്തത് കൊണ്ട് അവനെ താഴേക്ക് പിടിച്ചുകൊണ്ട് ചെന്നിട്ട് ഭടന്മാരോട് കണ്ണ് പൊത്താൻ പറയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ ഒരു കമ്പ് വെച്ച് അടിക്കാൻ പോവാണെന്ന് ഉറക്കെ പറയുന്നു. സംഭവം അടിച്ച സമയത്ത് അവൻ കൈ വലിച്ച് മാറ്റോന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഉടനെ ഭടൻ ഒരു വലിയ കമ്പെടുത്തോണ്ട് വന്ന് കയ്യിലടിച്ചതും അവന്റെ കൈ ഒടിയാണ്. അപ്പോഴാണ് രാജാവിന് അവൻ ബദിരനും മൂകനുമാണെന്ന് മനസ്സിലായത്. അങ്ങനെ രാജാവിന്റെ അടുത്ത് നിന്ന് ആ 3 തലയും രക്ഷപ്പെടുകയാണ്.